അപ്പോൾ നിങ്ങളൊരു കൃപയുടെ സന്നിധാനത്തിലാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ. കൃപ സ്വാഭാവികമായിട്ടും അത് കൃപയുടെ ഒരു പ്രത്യേകത, കൃപയ്ക്ക് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. അത് എല്ലാ മേഖലകളെയും വ്യത്യസ്തങ്ങളായ രീതികളിൽ സ്പർശിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും കൃപ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും ദൈവശക്തിയായിട്ട്. അപ്പോൾ നിങ്ങളെ ആരാധനയ്ക്ക് മുമ്പ് തന്നെ ആ വിഷയം, നിങ്ങൾ രോഗിയാണെങ്കിൽ അത് ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഇപ്പോഴ് മൗനമായി സമർപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് രോഗങ്ങളില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ ആ വിഷമം അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടത്. കൃപ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണത്. അത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. അതായത് ഇതിന് ടൈമില്ല എന്നുള്ളതാണ് പ്രശ്നം. കാലവുമില്ല, ദേശവുമില്ല. കൃപ കാലാതീതവും ദേശാതീതവുമാണ്. അതുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തുള്ളവർ ഈ സെക്കൻഡ് സുഖപ്പെടുന്നത്. എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കാണാം. അവർ ഭൂഖണ്ഡങ്ങൾ അപ്പുറത്തു നിന്നാണ് ഈ ശുശ്രൂഷ കൂടുന്നത്. പക്ഷേ ഓൺ സെക്കൻഡ് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ മുഴകൾ അപ്രത്യക്ഷമാകുന്നത് കാണാം. അപ്പം കൃപയുടെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ കണ്ണുകൊണ്ട് കാണാത്ത വിധത്തിലും ഇത് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാം. അപ്പം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ, ഞാനിത് പറയാൻ കാരണം, നിങ്ങൾക്കിതുപോലെ ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛൻ ആരാധന തുടങ്ങിയിട്ടില്ല. എപ്പോഴും തുടങ്ങുന്ന മുമ്പ് തന്നെ നിങ്ങൾ മൗനമായി ഭക്തിപൂർവ്വം സമർപ്പിക്കേണ്ടതാണ്. അഭിഷേക കേന്ദ്രമാണ്. ഉടമ്പടി അമ്മ തരുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്ന, ഉടമ്പടി തരുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്ന. അക്കാലങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ശാരീരികവും മാനസികവുമായി തകർന്നവർ, അവരുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ദൈവിക സംവിധാനമാണ് ഈ ആരാധനാ തളം. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളും വിദൂരങ്ങളിൽ എന്നെ ശ്രവിക്കുന്നവരും നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇപ്പോഴത്തന്നെ ആരാധനയ്ക്ക് മുമ്പ് പരിശുദ്ധാമ ഇതിനൊരു തീരുമാനം ഉണ്ടായി. ഞാൻ കൃപാസനത്താരെ കയറി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയണം. നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. ഞാൻ കൃപാസനത്താരെ കയറി ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോനെ മഹത്വപ്പെടുത്തുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരാധനയ്ക്ക് നമ്മൾ പോകുന്നത്. വീടില്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കുടുംബ കലഹമുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇവിടെ എല്ലാം വേദനിക്കുന്നവരെ നിങ്ങൾ അതിലൂടെയാണ് ഞങ്ങൾ നിങ്ങളെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും അടുപ്പിക്കുന്നതും വളർത്തുന്നതും. അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ.